ആഭ്യന്തര വിമാന ടിക്കറ്റ് നിരക്കുകളുടെ പരിധി നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഡിസംബറിൽ ഇൻഡിഗോ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണമാണ് പിൻവലിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യൻ കമ്പനികൾ നേരിടുന്ന സമ്മർദ്ദം കണക്കിലെടുത്താണ് നടപടി. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പ്രീമിയം പെട്രോൾ വില കൂടിയതോടെ സാധാരണ ഡീസൽ പെട്രോൾ വില വർദ്ധിക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ബൽറാം, ഈ വിമാന ടിക്കറ്റ് ചാർജ് അത് കൂടാൻ പോകുന്നതിന്റെ കൂടി മുന്നോടിയായിട്ടാണോ ഈ നിബന്ധനകളൊക്കെ പിൻവലിക്കുന്നത്? ബൽറാം, വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന. വിമാന ടിക്കറ്റ് നിരക്ക് അത് വർദ്ധിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഡിസംബറിൽ ഇൻഡിഗോ വിമാന കമ്പനിക്കുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് ഈ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നിരുന്നു. പല കമ്പനികളും തോന്നിയ നിരക്കിൽ ടിക്കറ്റ് നിരക്ക് ഈടാക്കാൻ തുടങ്ങിയതോടെയാണ് കേന്ദ്ര സർക്കാർ അതിന് ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിധി നിശ്ചയിച്ചത്. 18,000 രൂപ വരെയായിരുന്നു ഇന്ത്യയിലെ ആഭ്യന്തര സർവീസുകൾക്കുള്ള പരിധി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു പരിധിയാണ് സർക്കാർ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് വിമാന കമ്പനികളുടെ സംയുക്ത സംഘടനയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് പല സർവീസുകളും റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഒപ്പം തന്നെ മറ്റ് ഇന്ധന വില വർധനവും ഡോളറുമായുള്ള ഇന്ത്യയുടെ മൂല്യ തകർച്ചയും എല്ലാം തന്നെ വിമാന കമ്പനികളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്ന ആവശ്യമാണ് ഈ കമ്പനികൾ സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു നിരക്ക് പരിധി നീക്കം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി, LPG പ്രതിസന്ധി അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിൽ വാണിജ്യ LPGകൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. എങ്കിൽ പോലും ഈ പ്രതിസന്ധി അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രീമിയം പെട്രോൾ നിരക്ക് വർദ്ധിച്ചതോടെ സാധാരണ പെട്രോൾ ഡീസൽ നിരക്ക് വർദ്ധിക്കും എന്നുള്ള ആശങ്കയും ജനങ്ങൾക്ക് ഉണ്ട്. എന്തായാലും ഈ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം അത് സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് എന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉചിതമായ നടപടികൾ അന്തർ മന്ത്രാലയ സമിതി സ്വീകരിക്കും എന്നുമാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അറിയിക്കുന്നത്. ഉന്മേഷ് ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.